Hello students, welcome to the third session in our third module, right? So we have been discussing about flywheel. The flywheel analysis നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു വെച്ചു. എന്തൊക്കെയായിരുന്നു ഇക്വേഷൻസ് എന്ന് പറയുന്നത് സ്മോൾ എന്ന് വെച്ചാൽ എന്താണ്? സ്മോൾ ഇ ഫ്ലക്ച്വേഷൻ, മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഈസ് ഈക്വൽ ടു ഐ ഒമേഗ സ്ക്വയർ കെ എന്നാണ്. ഈ കെ എന്ന് വെച്ചാൽ എന്താ? കെ എന്ന് വെച്ചാൽ ഫ്ലക്ച്വേഷൻ സ്പീഡാണ്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ സ്പീഡ്, അതായത് മാക്സിമം സ്പീഡ് മൈനസ് മിനിമം സ്പീഡ് ബൈ മീൻ സ്പീഡ് ഒമേഗ. ഈ ഒമേഗയാണ് മീൻ സ്പീഡ്. ഒമേഗ 1 മാക്സിമം, ഒമേഗ 2 മിനിമം. ഇതിൽ ഐ കാണുന്നത് എം ഇൻറ്റു സ്മോൾ കെ സ്ക്വയർ. സോ ദിസ് ഈസ് ക്യാപിറ്റൽ കെ എന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ കെ ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്പീഡാണ്. സ്മോൾ കെ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ജനറേഷൻ. ഇത് സ്മോൾ കെ ആണ്, മിസ്റ്റേക്ക് ആയി പോകണ്ട. റേഡിയസ് ഓഫ് ജനറേഷൻ എം കെ സ്ക്വയർ. അപ്പോൾ എം കെ സ്ക്വയർ ചെയ്താൽ ഐ കിട്ടും. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈവീൽ അനാലിസിസ് ചെയ്യാവുന്നതാണ്. ഈയുടെ ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ജനറൽ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഐ ഒമേഗ 1 സ്ക്വയർ മൈനസ് ഒമേഗ 2 സ്ക്വയർ ആണ് ജനറൽ ഇക്വേഷൻ. അപ്പോൾ അത് നമ്മൾ അതിൽ നിന്ന് ഈ ഇക്വേഷനിലേക്ക് ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2 ക്വസ്റ്റ്യൻസ് അസൈൻമെൻ്റ് ആയിട്ട് തന്നിരുന്നു. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വിൽ മൂവ് ഓൺ ടു somewhat more complex problem. So here a double acting steam engine develops 56 kilowatts of power at 210 rpm. So we have got 56 power equal to 56 kilowatts. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കിലോ വാട്ട്സിൽ തന്നാൽ ഉടനടി 56 കിലോ വാട്ട്സ് എന്ന് വെച്ചാൽ 56 കിലോ ജൂൾ അല്ലെങ്കിൽ 56,000 ജൂൾ പെർ സെക്കൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എപ്പോഴും ഫ്ലൈവീൽ അനാലിസിസിൽ കിലോ വാട്ടാണ് തന്നിട്ടുള്ളെങ്കിൽ അതിന് ജൂൾ പെർ സെക്കൻഡ് ആക്കാം. ജൂൾ പെർ സെക്കൻഡ് വെച്ചാൽ 56,000 ജൂൾ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുന്ന വർക്കാണ് 56,000 ജൂൾ അല്ലെങ്കിൽ 56,000 ന്യൂട്ടൺ മീറ്റർ. അത് അവിടെ വെക്കാം. പിന്നെ അറ്റ് 210 rpm എന്ന് വെച്ചാൽ എന്താണ്? 210 rpm എന്ന് വെച്ചാൽ വർക്കിംഗ് സ്ട്രോക്കാണ്. വർക്കിംഗ് സ്ട്രോക്സ് ഒമേഗ നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ മിനിറ്റ് അല്ലേ? വർക്കിംഗ് സ്ട്രോക്ക് പെർ മിനിറ്റ് ആണ് RPM എന്ന് പറയുന്നത് 210 rpm. പക്ഷേ എന്താണ് ഇത്? ഡബിൾ ആക്ടിങ് സ്റ്റീം എഞ്ചിൻ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ വർക്കിംഗ് സ്ട്രോക്സ് ഡബിൾ ആക്ടിങ് ആയതുകൊണ്ട് 2 × 210 420 വർക്കിംഗ് സ്ട്രോക്ക് പെർ മിനിറ്റ് ആണ് അല്ലേ? 420 വർക്കിംഗ് സ്ട്രോക്ക് പെർ മിനിറ്റ് ആണ്. കാരണം ഇതൊരു സ്റ്റീം എഞ്ചിനാണ്. സ്റ്റീം എഞ്ചിൻ എന്ന് വെച്ചാൽ ഒരു റൊട്ടേഷനിൽ ഒരു വർക്കിംഗ് സ്ട്രോക്ക് കിട്ടും. പിന്നെന്താണ് സൈക്കിളിൽ ഓരോ സൈക്കിളിലും ഓരോ വർക്കിംഗ് സ്ട്രോക്കാണ്. ഇത് ഡബിൾ ആക്ടിങ് ആയതുകൊണ്ട് 2 അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതിൻ്റെ ഡബിൾ എടുക്കുക അല്ലേ? പിന്നെ ഇത് ശരിക്കും വർക്കിംഗ് സ്ട്രോക്ക് നമ്മളെ സാധാരണ എഞ്ചിനിലാണെങ്കിൽ ഇൻറ്റേർണൽ കമ്പഷൻ IC എഞ്ചിനിലാണെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ഓർമ്മയിലാണ്. അപ്പോൾ ഇതിൽ സ്റ്റീം എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് 210 ഡയറക്റ്റ് എടുക്കാം. 210 തന്നെ എടുക്കാം. 210 rpm ആണെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് പെർ മിനിറ്റ് 210 തന്നെ ആയിരിക്കും. പക്ഷേ ഡബിൾ ആക്ടിങ് ആയതുകൊണ്ട് അതിനെ 2 ടൈംസ് ചെയ്യാം. പിന്നെന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ദ മാക്സിമം ആൻഡ് മിനിമം സ്പീഡ്സ് ഡു നോട്ട് വേരി മോർ ദാൻ 1% ഓഫ് ദ മീൻ സ്പീഡ്. അപ്പോൾ മീൻ സ്പീഡ് ഒമേഗയാണെങ്കിൽ ഓക്കെ, മീൻ സ്പീഡ് അങ്ങനെയാണെങ്കിൽ ഒമേഗ 1 എന്നുള്ളത് ഒമേഗ പ്ലസ് ഒരു 1% വേരിയേഷനേ ഉള്ളൂ. ഒമേഗ പ്ലസ് 1% 0.01 ടൈംസ് ഒമേഗ അല്ലേ? അപ്പോൾ ഒമേഗ 2 മിനിമം സ്പീഡ് ഓഫ് ഒമേഗ മൈനസ് 0.01 ഒമേഗ ആയിരിക്കും. അപ്പോൾ ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് കെ എങ്ങനെ എഴുതാം? കെ ഈക്വൽ ടു ഒമേഗ 1 മൈനസ് ഒമേഗ 2 ബൈ ഒമേഗ അല്ലേ? അതായത് ഒമേഗ പ്ലസ് 0.01 ഒമേഗ മൈനസ് ഒമേഗ മൈനസ് 0.01 ഒമേഗ ബൈ ഒമേഗ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഒമേഗ ക്യാൻസൽ ആവും, ഇത് പ്ലസ് ആവും. അപ്പോൾ ബാക്കിയാവുന്ന കെ ഈക്വൽ ടു
0.02 ഒമേഗ ബൈ ഒമേഗ എന്ന് വരും. അതായത് 2%. സോറി, അതായത് ഫ്ലക്ച്വേഷൻ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി എന്തായിരിക്കും അത്? 0.02 0.02 എന്ന് വെച്ചാൽ അതായത് 2% ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മാക്സിമം 1% വേരിയേഷൻ എന്ന് വെച്ചാൽ താഴേക്കും മുകളിലേക്കും ആവാം. അതുകൊണ്ട് കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ സ്പീഡ് എടുക്കുമ്പോൾ അത് 2% ആവും. താഴേക്ക് 1%, മുകളിലേക്ക് 1%, അത് 2% ആവും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ദ എക്സസ് എനർജി ഈസ് 30% ഓഫ് ദ ഇൻഡിക്കേറ്റഡ് വർക്ക് പെർ സ്ട്രോക്ക്. അപ്പോൾ എക്സസ് എനർജി എത്രയാണ് എന്നുള്ളത് നമ്മുടെ ഒരു സ്ട്രോക്കിലുള്ള എനർജിയുടെ 30% ആയിരിക്കും എക്സസ് എനർജി വരുന്നത്. അപ്പോൾ സ്ട്രോക്കിലുള്ള എനർജി എത്രയാണെന്ന് എങ്ങനെ കാണാം? സ്ട്രോക്കിലുള്ള എനർജി എന്ന് പറയുന്നത് എഴുതി വെക്കുക. എന്താണ് സ്ട്രോക്കിലുള്ള എനർജി? എന്ന് വെച്ചാൽ വർക്ക് ഡൺ പെർ സ്ട്രോക്ക്. ഒരു സ്ട്രോക്ക് നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് ഉണ്ട് അല്ലേ? അപ്പോൾ വർക്ക് ഡൺ പെർ സ്ട്രോക്ക് എന്ന് വെച്ചാൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സ്ട്രോക്ക് പെർ സെക്കൻഡ് ചെയ്താൽ പോരെ. സ്ട്രോക്ക് പെർ സെക്കൻഡ് അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് പെർ സെക്കൻഡ്. അപ്പോൾ ഈ സെക്കൻഡ് ക്യാൻസൽ ചെയ്ത് വർക്ക് ഡൺ പെർ സ്ട്രോക്ക് ആവില്ലേ? ഇത് വർക്കിംഗ് സ്ട്രോക്കാണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ സ്ട്രോക്ക് ഈക്വൽ ടു വർക്ക് ഡൺ പെർ സ്ട്രോക്ക് എന്ന് പറയുന്നത് സ്ട്രോക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഡൺ പെർ സെക്കൻഡ്. അതെന്തായിരുന്നു? 56,000 ജൂൾ പെർ സെക്കൻഡ് അല്ലേ? ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വർക്ക് 420 പെർ മിനിറ്റ്. ഇതെന്തായാലും 420, ഇവിടെ നമ്മൾ 420 പെർ മിനിറ്റ് അല്ലേ? പെർ മിനിറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു സെക്കൻഡിൽ എന്ന് വെച്ചാൽ 420 ഡിവൈഡ് ബൈ 60. 420 ഡിവൈഡ് ബൈ 60 ചെയ്താൽ അത് ഒരു സെക്കൻഡിലുള്ള നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്ക് കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് 8,000 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഒരു സ്ട്രോക്കിലുള്ള വർക്ക് ഡൺ 8,000 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് എന്തായിരുന്നു? ഒരു സെക്കൻഡിലുള്ള വർക്ക് ഡൺ ആണ്. ഒരു സെക്കൻഡിലുള്ള വർക്ക് ഡൺ ആണ് 56,000 കിലോ ജൂൾ തന്നത്. 56,000 ജൂൾ തന്നത്. നമുക്ക് എപ്പോഴും ഈ ഫ്ലൈവീൽ അനാലിസിസ് ചെയ്യുമ്പോൾ പെർ സെക്കൻഡിലുള്ള വാല്യൂ അല്ല വേണ്ടത്, ഒരു സ്ട്രോക്കിലുള്ള വാല്യൂ ആണ്. ഒരു സ്ട്രോക്ക് എത്ര സെക്കൻഡ് എന്നുള്ളതല്ല, അത് എത്രയാണ് നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷെ അതല്ല വേണ്ടത്, നമുക്ക് ഒരു സ്ട്രോക്കിലുള്ള വർക്ക് ഡൺ എത്രയാണെന്ന് നോക്കാം. ഒരു സെക്കൻഡിലുള്ള വർക്ക് ഡൺ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരിക. പക്ഷെ ഡയറക്റ്റ് ഒരു സ്ട്രോക്കിലുള്ള വർക്ക് ഡൺ തന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ടു അനലൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ സ്ട്രോക്കിലുള്ള വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, ആ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്ക് എന്താ കാണേണ്ടത്? അപ്പോൾ 30% എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. ആ എക്സ്ട്രാ ഒന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ എല്ലാം ഒന്നിച്ച് വായിച്ച് നോക്കിക്കോളൂ. ഞാൻ എക്സ്ട്രാ എനർജി, ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് വെച്ചാൽ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 30% ഓഫ് 8,000 ന്യൂട്ടൺ മീറ്റർ. അതായത് 2,400 ന്യൂട്ടൺ മീറ്ററാണ് ഈ എക്സസ് എനർജി, സ്മോളി ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. അത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ക്വസ്റ്റ്യനിൽ കാണേണ്ടത് ഡിറ്റർമിൻ ദ മാസ് ഓഫ് ഫ്ലൈവീൽ ഇഫ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് സ്മോൾ k 500 mm എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇനി മാസ് കാണണമെങ്കിൽ നമുക്കറിയാം mk² ഈസ് ഈക്വൽ ടു I എന്നറിയാം അല്ലേ? k അറിയാം, m അറിയില്ല. പക്ഷേ I നമുക്ക് കാണാം. എങ്ങനെ I കാണുന്നത്? കാരണം E ഈസ് ഈക്വൽ ടു KI ω². k എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ ഒമേഗ ക്യാൻ ബി, ഓക്കെ, ഒമേഗ നിങ്ങൾക്ക് അറിയാമോ? നോക്കാം, നമുക്ക് ഒമേഗ നോക്കാം. k അറിയാമോ? I എന്ന് വെച്ചാൽ mk².
into omega square into capital K. So this is small k, that is capital E. And E എന്ന് വെച്ചാൽ 2400 into is equal to m into small k എന്ന് വെച്ചാൽ മീറ്ററിൽ 0.5 ആണ്. സ്മോൾ k is equal to 0.5 മീറ്റർ ആണ്. 500 mm എന്ന് വെച്ചാൽ 0.5 മീറ്റർ ആണ്. സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു കെ എന്ന് വെച്ചാൽ 0.02 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒമേഗ എവിടെ നിന്ന് കിട്ടും? ഒമേഗയുടെ വാല്യൂ എന്താണ്? ഒമേഗ ഇതിൽ ഒമേഗ എന്ന് വെച്ചാൽ ആക്ച്വലി 2πn/60 നമുക്ക് ഇക്വേഷൻ അറിയാം. 2π എന്ന് വെച്ചാൽ പൈ 22/7 എടുത്താൽ n ആക്ച്വലി 210 ആയിരുന്നു ബൈ 60 അല്ലേ? 210 RPM അല്ലേ തന്നത്? അതായത് മീൻ സ്പീഡ് 210 RPM. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ഐ തിങ്ക് 22 റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും ഒമേഗ കിട്ടും. ഓക്കെ, അപ്പോൾ ഒമേഗ നമുക്ക് അവിടെ 22 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ ഈസ് ഈക്വൽ ടു 22 സ്ക്വയർ. ഇതിൽ എം ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്താൽ 992 കിലോഗ്രാം എന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ ഡയറക്റ്റ് കിട്ടും. സോ ദിസ് ഈസ് ഹൗ യു സോൾവ് എ പ്രോബ്ലം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് എ പെട്രോൾ എഞ്ചിൻ ഈസ് ഡ്രോൺ ടു എ വെർട്ടിക്കൽ സ്കെയിൽ ഓഫ് 1 mm ഈക്വൽ ടു 500 Nm. അപ്പോൾ ഒരു ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം ഉണ്ട്. സോ അതിൻ്റെ വെർട്ടിക്കൽ സ്കെയിൽ y ആക്സിസ് എന്ന് വെച്ചാൽ ഒരു mm വരച്ചിട്ടിരിക്കുന്നത് 500 Nm എന്നാണ് അതിൻ്റെ മീനിങ്, അല്ലെങ്കിൽ സ്കെയിൽ. ഹൊറിസോണ്ടൽ സ്കെയിൽ എന്ന് വെച്ചാൽ 1 mm വരച്ചത് 3 ഡിഗ്രിയാണ്. അപ്പോൾ ക്രാങ്ക് 1 mm വരച്ചിട്ടുണ്ടെങ്കിൽ അത് 3 ഡിഗ്രിയാണ് അതിൻ്റെ മീനിങ്. മുകളിലേക്ക് ടേണിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 1 mm 500 Nm ആണ്. ഓക്കെ, അത് സ്കെയിലാണ്. So turning moment diagram repeats itself after every half revolution of the crankshaft. Every half എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് മച്ച് എത്രയായിരിക്കും? 2π അല്ലേ, അല്ലെങ്കിൽ 360 ഡിഗ്രി. അപ്പോൾ ഹാഫ് റവല്യൂഷൻ എന്ന് വെച്ചാൽ പൈ, അതായത് 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രിയിൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. 180 ഡിഗ്രിയിൽ റിപ്പീറ്റ് ചെയ്യും, അതായത് പൈ റേഡിയനിൽ റിപ്പീറ്റ് ചെയ്യും മൊമെൻറ്റ്. So the areas above and below the mean torque line are 260 minus 580, 80, minus 380, 80, 870 and minus 250 mm square. The rotating parts have a mass of 55. അപ്പോൾ മാസ് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നിട്ടുണ്ട്. ഇഫ് ദ എഞ്ചിൻ സ്പീഡ് ഈസ് 1600 RPM, എഞ്ചിൻ സ്പീഡ് എന്ന് വെച്ചാൽ ഇത് ഒമേഗ. അപ്പം മാസ് തന്നിട്ടുണ്ട്, സ്മോൾ കെ തന്നിട്ടുണ്ട്, മീൻ സ്പീഡ് ഒമേഗ തന്നിട്ടുണ്ട്. കാണേണ്ടത് ക്യാപിറ്റൽ കെ ആണ്. ക്യാപിറ്റൽ കെ ഈക്വൽ ടു അണ്ണോ, പിന്നെന്താണ് ഈ എനർജി ഫ്ലക്ച്വേഷൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. സപ്പോസ് നമ്മളൊരു ഇതെന്താണ് ഒരു പെട്രോൾ എഞ്ചിൻ അല്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെ വരക്കാം? പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് എക്സ് ആക്സിസ് വൈ ആക്സിസ് കിട്ടി. സോ ദിസ് ഈസ് ടോർക്ക് മുകളിലേക്ക് എന്താണ് ക്രാങ്ക് ആംഗിൾ എക്സ് ആക്സിസിൽ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു മീൻ ടോർക്ക് ലൈൻ ഉണ്ട്. മീൻ ടോർക്ക് ലൈൻ, സപ്പോസ് ദിസ് ഈസ് എ മീൻ ടോർക്ക് ലൈൻ. ഇത് ടി മീൻ ദിസ് ഈസ് ടി മീൻ ടോർക്ക്, മീൻ ടോർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു മീൻ ടോർക്ക് വാല്യൂ ഉണ്ട്. എത്രയാണെന്ന് അറിയില്ല. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് മീൻ ടോർക്കിൻ്റെ എബോവ് ബിലോ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ഒരു 280 എബോവ്, അപ്പോൾ ഇതൊരു എത്രയാണ്? 260 ആണ്. 260. സോ ഇത് 260 mm² മുകളിലുണ്ട്. പിന്നെന്താണ്, ഒരു -580 താഴെയുണ്ട്. 580 താഴെയാണ്. പിന്നെ ഒരു 80 മുകളിലുണ്ട്. ഒരു 380 താഴെയുണ്ട് അല്ലേ. 380 താഴെയുണ്ട്.
പിന്നെ ഒരു 870 മുകളിലുണ്ട്, 250 താഴെയുണ്ട്. ഇത് 870, 250. ഇതാണ് സീറോ ലൈൻ. ഇത് മീൻ ടോർക്ക് ലൈൻ. മീൻ ടോർക്ക് ലൈൻ്റെ മുകളിലും താഴെയുള്ള വാല്യൂസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടോർക്കിൻ്റെ വേരിയേഷൻ. അപ്പോൾ ഈ വേരിയേഷൻ പൈ വരെയാണ്. അപ്പോൾ പൈ കഴിഞ്ഞിട്ട് ഇത് സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നതാണ് അതിന് ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത്, സപ്പോസ് ഈ പോയിൻ്റ് എ നിർത്തോ, ഇത് ബി നിർത്തോ, ഇത് സി നിർത്തും, ഇത് ഡി നിർത്തും, ഇത് ഇ എഫ് ജി. ഈ ജി തന്നെയായിരിക്കും എ, കാരണം അടുത്ത സൈക്കിള് ജി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജിയും എയും സെയിം പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം അറ്റ് ബി ഒരു നോർമൽ എനർജി ഇ ആണെങ്കിൽ, അതായത് ഫ്ലൈ അറ്റ് എ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇ നടത്തോ, ജസ്റ്റ് ഇ നടത്തോ ഒരു വാല്യൂ. അപ്പോൾ അറ്റ് ബി എന്തായിരിക്കും? ഇ പ്ലസ് 260 ആയിരിക്കും അല്ലേ. സിയോ ഇ പ്ലസ് 260 മൈനസ് 580 ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഇ മൈനസ് 320 എന്ന് വരും. പിന്നെ ഡിയിൽ ഇ മൈനസ് 320 പ്ലസ് 80 എന്ന് വെച്ചാൽ ഇ മൈനസ് 240 ആണ്. അറ്റ് ഇയോ ഇ മൈനസ് 240 ഒരു മൈനസ് 380 വരും. സോ ഇറ്റ്സ് വാല്യൂ വിൽ ബി ഇ മൈനസ് 620. പിന്നെ അറ്റ് എഫ് ആണെങ്കിൽ ഇ മൈനസ് 620 ഉണ്ട്, അതിൻ്റെ ഒന്നിച്ച് എന്താ ആഡ് ചെയ്യുന്നത്? 870 ആഡ് ചെയ്തു. 870 ആഡ് ചെയ്താൽ വാല്യൂ ഇ പ്ലസ് 250 കിട്ടും. അറ്റ് ജി ആയിരിക്കും. ജി എന്താ? ജിയുടെ പോയിന്റ് എന്ന് വെച്ചാൽ എ തന്നെയാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് ഇ തന്നെ കിട്ടണം. ഇ തന്നെ കിട്ടും. നോക്കുക, ഇ പ്ലസ് 250 എന്താണ് ലാസ്റ്റ് മൈനസ് ചെയ്യേണ്ടത്? ഇത് 250 തന്നെ. ഓക്കെ, 250 തന്നെ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഇ എന്ന് കിട്ടും. അപ്പോൾ പോയിന്റ് ജിയും എയും സെയിം ആണെന്ന് നമുക്ക് കിട്ടിയില്ലേ, വാല്യൂസ് കൺസിസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം എനർജി ഏതാ വരിക? ഇ പ്ലസ് 260 ഉണ്ട് ഇവിടെ, പിന്നെ ഈ പ്ലസ് വരുന്ന ഇ പ്ലസ് 250 ഉള്ളൂ. അപ്പോൾ 260 ആയിരിക്കും മാക്സിമം വാല്യൂ. സോ ദിസ് ഈസ് ദ മാക്സിമം വാല്യൂ. അപ്പോൾ ഈ മാക്സ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ എന്ന് വെച്ചാൽ ഇ പ്ലസ് 260 ആയിരിക്കും. പിന്നെ മിനിമം വാല്യൂ വരുന്നത് ഇ മൈനസ് 320 ഉണ്ട്, ഇ മൈനസ് 240 ഉണ്ട്, ഇ മൈനസ് 620 ഉണ്ട്. സോ ഇ മൈനസ് 620 ആണ് മിനിമം വാല്യൂ. അപ്പോൾ ആ എനർജി ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് വാല്യൂവിലെയും E1 മൈനസ് E2 ആയിരിക്കും. അല്ലെങ്കിൽ ഓക്കെ, അതൊന്നും വേണ്ട. ഈ രണ്ട് വാല്യൂയുടെ ഡിഫറൻസ് ആയിരിക്കും ഏത്? ഫ്ലക്ച്വേഷൻ, ഈ എന്നുള്ള ഫ്ലക്ച്വേഷൻ സ്മോൾ ഇ. സോ സ്മോൾ ഇ ഇതാണ്. അപ്പോൾ ആക്ച്വലി സ്മോൾ ഈസ് ഈക്വൽ ടു ഇയും ഇയും ക്യാൻസലായി, ബാക്കിയുള്ള എന്താ 260 പ്ലസ് 620 മൈനസ് മൈനസ് പോസിറ്റീവ് 880. ഇതെന്തായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള യൂണിറ്റ്? ക്വസ്റ്റ്യനിൽ തന്ന യൂണിറ്റ് മീൻസ് ഇതൊക്കെ mm² അപ്പോൾ mm അല്ല. പക്ഷേ ഒരു വെർട്ടിക്കലിൽ ഒരു 500 ഹൊറിസോണ്ടലിൽ 3 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആക്ച്വലി അത് ഇൻറ്റു സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഹൊറിസോണ്ടൽ സ്കെയിൽ ഇൻറ്റു വെർട്ടിക്കൽ സ്കെയിൽ അല്ലേ. സോ ഇത് 880 mm² ആണുള്ളത്. അപ്പോൾ ഈക്വൽ ടു 880 mm² ഇൻറ്റു ഹൊറിസോണ്ടൽ സ്കെയിൽ എന്ന് വെച്ചാൽ ഒരു ഡിഗ്രി 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി എന്ന് വെച്ചാൽ 3 ഡിഗ്രി എന്ന് വെച്ചാൽ ഒരു ആണ്. അപ്പോൾ 3 ഡിഗ്രി എന്ന് വെച്ചാൽ 3 ഇൻറ്റു π/180 റേഡിയൻ പെർ ആണ്. ഒരു ഡിവൈഡ് ബൈ പെർ അല്ലേ. ഇത് ഡിഗ്രി നമ്മൾ റേഡിയനിലേക്ക് മാറ്റുന്നത്. മറ്റേത് വെർട്ടിക്കൽ സ്കെയിൽ ആണെങ്കിലോ 500 ന്യൂട്ടൺ മീറ്റർ പെർ അല്ലേ. അപ്പോൾ ഈ mm² ക്യാൻസലായി. ഫൈനൽ ആൻസർ 23038 ന്യൂട്ടൺ മീറ്റർ. ഇതാണ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഡിറ്റർമിൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്ലക്ച്വേഷൻ സ്പീഡ്. അപ്പോൾ K ആണ് നമുക്ക് കാണേണ്ടത്. പക്ഷേ
ഇ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ സ്ക്വയർ കെ ആണെന്ന് അറിയാം. എം കെ സ്ക്വയർ ഒമേഗ സ്ക്വയർ ക്യാപിറ്റൽ കെ. നിങ്ങൾ ഓക്കെ. അപ്പോൾ ഈ എന്ന് വെച്ചാൽ എന്താ 23,038 ഈസ് ഈക്വൽ ടു ഈ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം. എം എന്തായിരുന്നു 55 ആണെന്ന് അപ്പം തന്നിട്ടുണ്ട്. കെ തന്നിട്ടുണ്ട് 2.1 സ്ക്വയർ കെയും തന്നിട്ടുണ്ട്. ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ഒമേഗ ഈസ് ഈക്വൽ ടു 2πn/60. എൻ 2πn/60 സ്ക്വയറാണ്. അപ്പോൾ n ഓക്കെ 1600 തന്നിട്ടുണ്ട് അല്ലേ. n 1600 അല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. n 1600, m 55, k 2.1 അതൊക്കെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താ ബാക്കിയുള്ളത്? പിന്നെ ക്യാപിറ്റൽ കെ ഇൻറ്റു ക്യാപിറ്റൽ കെ. അപ്പോൾ ക്യാപിറ്റൽ കെക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കെ ഈസ് ഈക്വൽ ടു 0.0034 എന്നുള്ള വാല്യൂ കിട്ടും. ഇറ്റ് മീൻസ് 0.34%. 0.34% ഓഫ് ഫ്ലക്ച്വേഷൻ സ്പീഡാണ് ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് കിട്ടുന്നത്. So hope you have understood this problem. Now we will move to next problem. Yes, the turning moment diagram of a 4-stroke engine is assumed to be represented by 4 triangles, the areas of which from the line of zero pressure. Zero pressure എന്നുള്ള suction stroke 440 mm², compression stroke 1600 mm², expansion stroke 7200 mm², exhaust stroke 660 mm². So each mm² of area represent 3 Newton meter of energy. അപ്പോൾ mm² എന്ന് വെച്ചാൽ 1 mm² എന്ന് വെച്ചാൽ സ്കെയിൽ നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടൽ സ്കെയിലും വേറെ വേറെ തന്നെയല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ. ഇത് ഡയറക്റ്റ് അതിൻ്റെ പ്രൊഡക്റ്റ് ഡയറക്റ്റ് തന്നെയാണ്. പിന്നെ 1 mm² എന്ന് വെച്ചാൽ 3 Newton meter of energy. So if the resisting torque is uniform, determine the mass of the rim of a flywheel to keep the speed between. അപ്പോൾ ഒമേഗ 1 എന്നുള്ളത് ഹയർ സ്പീഡ്. അപ്പോൾ ഒമേഗ 1 222 RPM ഒമേഗ അല്ല, അത് ആക്ച്വലി n ആണ്. n2 RPM അല്ലേ. അപ്പോൾ n1 എന്ന് വെച്ചാൽ 222 RPM എന്നുണ്ട്, n2 280. അപ്പോൾ അതിനെ ഒമേഗ ആക്കുമ്പോൾ ഒമേഗ 1 എന്നുള്ളത് 2πn1/60. അതേപോലെ ഒമേഗ 2 ആണെങ്കിൽ 2πn2/60. ഇതാണ് ഡിഫറൻസ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒമേഗ 1 ഒമേഗ 2യുടെയും വാല്യൂസ് അറിയാം, കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താണ് കാണേണ്ടത് ക്വസ്റ്റ്യനിൽ? എന്താണ് ഒബ്ജക്റ്റീവ്? എന്താണ്? ഡിറ്റർമിൻ ദ മാസ് ഓഫ് ദ റിംഗ്. എം ഈസ് ഈക്വൽ ടു അൺനോൺ. എം ഷുഡ് ബി ഫൗണ്ട് ഔട്ട്. സ്മോൾ കെ റേഡിയസ് ഓഫ് ജനറേഷൻ ഇസ് 1.25 meter. Small k 1.25 meter. So all these things are given, right? Now നമുക്കിത് ഇതിൻ്റെ ഒരു ഫിഗർ വരക്കാം. സോ ഫിഗർ വരക്കുന്നത് വരക്കുമ്പോൾ ഇത് സീറോ ലൈൻ, ഇത് സീറോ ലൈൻ ആൻഡ് ഒരു മീൻ ടോർക്ക് ലൈനും വരക്കാം. മീൻ ടോർക്ക് ലൈൻ. അപ്പോൾ ഇതാണ് സീറോ ലൈൻ. ഓക്കെ, അപ്പോൾ ഇത് ടോർക്ക് ടേണിംഗ് മൊമെൻറ്റ് മുകളിലേക്ക് ക്രാങ്ക് തീറ്റ, ക്രാങ്ക് ആംഗിൾ ഹൊറിസോണ്ടൽ. അപ്പോൾ ഇതാണെന്ത് ടി മീൻ. ഓക്കെ, ടി മീൻ. ഇനി സീറോ എന്ന് എന്തുണ്ട്? ഒരു 4 ട്രയാങ്കിൾസ് എന്നാണ് പറഞ്ഞത് അല്ലേ. 4 ട്രയാങ്കിൾസ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സക്ഷൻ സ്ട്രോക്ക് 440 mm² തന്നിട്ടുണ്ട്, പക്ഷേ അതെന്തായിരിക്കും സക്ഷൻ സ്ട്രോക്ക് താഴേക്കായിരിക്കും. അപ്പോൾ ലെറ്റസ് ഡ്രോ ലൈക്ക് ദിസ്. ഒരു മിനിറ്റ്. അപ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾസ് വരിക. ഫസ്റ്റ് ആദ്യത്തെ ഒരു 180 ഡിഗ്രി എന്ത് ആയിരിക്കും? ആദ്യത്തെ ഒരു 180 ഡിഗ്രി പൈ വരെ എന്തായിരിക്കും?
സക്ഷൻ സ്ട്രോക്ക്, പിന്നെ 2π വരെ കംപ്രഷൻ സ്ട്രോക്ക്, അടുത്ത 3π വരെ പോസിറ്റീവ്. ഇത് രണ്ട് നെഗറ്റീവാണ്. മറ്റത് എക്സ്പാൻഷൻ സ്ട്രോക്ക് മാത്രമായിരിക്കും പോസിറ്റീവ് വരിക അല്ലേ, 3π വരെ. പിന്നെ 4π വരെ എന്തായിരിക്കും എക്സോ സ്ട്രോക്ക്. അപ്പോൾ ഇതിൻ്റെ സക്ഷൻ, ഇത് സക്ഷൻ, ഇത് കംപ്രഷൻ, ഇത് ഇത് എക്സ്പാൻഷൻ, ഇത് എക്സോസ്റ്റ്. അപ്പോൾ 3 സ്ട്രോക്കിൻ്റെ ട്രയാങ്കിൾ ഇതിലാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഓക്കെ, എന്താണ് എനർജി ഇനി 4π കഴിഞ്ഞാലായിരിക്കും ഇത് റിപ്പീറ്റ് വരിക അല്ലേ, റിപ്പീറ്റ് വരുന്നത്. സോ ദ എനർജി പ്രൊഡ്യൂസ് ഈസ് ഓൺലി ഇൻ ദ എക്സ്പാൻഷൻ സ്ട്രോക്ക് വെറസ് ദി അതർ 3 സ്ട്രോക്സ് ഇറ്റ് ഈസ് സ്പെൻഡ് ഓൺലി അല്ലേ. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എപ്പോഴും സക്ഷൻ സ്ട്രോക്ക് എക്സ്പാൻഷൻ സ്ട്രോക്കിൽ മാത്രമാണ്, ബാക്കി എല്ലാത്തിനും സ്പെൻഡ് ചെയ്യുന്ന എനർജിയാണ്. സോ നെറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സൈക്കിൾ എന്ന് വെച്ചാൽ നെറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് പെർ സൈക്കിൾ, ഒരു സൈക്കിൾ പെർ സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു സൈക്കിളിൽ എന്ന് വെച്ചാൽ അപ് ടു 4π എന്തായിരിക്കും ഈ 700, ഇത് 7200 പോസിറ്റീവാണ്, മറ്റതൊക്കെ നെഗറ്റീവാണ്. 440 എന്താണ് 1600, ഇത് 660. അപ്പോൾ 7200 പോസിറ്റീവ് മൈനസ് എന്തൊക്കെയായിരിക്കും 440 പ്ലസ് 1600 പ്ലസ് 660. അപ്പോൾ ഇതൊക്കെ മില്ലിമീറ്റർ സ്ക്വയറിലാണ്. ഇനി ഇൻറ്റു എന്ത് ചെയ്യണം, ഈ സ്കെയില്, സോ ദി സ്കെയിൽ മൾട്ടിപ്ലൈ, നാളെ അത് ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. ഇൻറ്റു 3 ന്യൂട്ടൺ, ഇൻറ്റു 3 ചെയ്താൽ ഈസ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് 13,500 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഈ 3 എന്താണ്, സ്കെയിലാണ്. ഓക്കെ, അത് മറക്കരുത്. അപ്പോൾ നമുക്ക് മീൻ ടോർക്ക് എങ്ങനെ കിട്ടാം? മീൻ ടോർക്ക് എന്ന് പറയുന്നത് മീൻ ടോർക്ക് ഈക്വൽ ടു അൺനോൺ. സോ ബട്ട് മീൻ ടോർക്ക് എന്ന് വെച്ചാൽ 4π എൻ്റയർ ക്രാങ്ക് ആംഗിൾ ഇൻറ്റു മീൻ ടോർക്ക് ആയിരിക്കും ഏത് വർക്ക് ഡൺ, അതായത് 13,500. അപ്പോൾ ടി മീൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും 1074 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. സോ ദിസ് പർട്ടിക്കുലർ വാല്യൂ വിൽ ബി 1074 right, 1074 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്താ കാണേണ്ടത്? സോ എനർജി പ്രൊഡ്യൂസ് ഡ്യൂറിങ് എക്സ്പാൻഷൻ സ്ട്രോക്ക് മാത്രം, ഈ ഒരു സ്ട്രോക്കിൽ മാത്രമുള്ള എനർജി പ്രൊഡ്യൂസ്, ഈ കംപ്ലീറ്റ് ഈ ഒരു കംപ്ലീറ്റ് എനർജി എക്സ്പാൻഷൻ സ്ട്രോക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എത്രയാണ്? എക്സ്പാൻഷൻ സ്ട്രോക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത് 7200 ആണ് തന്നത്. ഇൻറ്റു 3 ചെയ്താൽ അത് നമുക്ക് ന്യൂട്ടൺ മീറ്റർ 21,600 ന്യൂട്ടൺ മീറ്റർ. ഇതാണ് എനർജി പ്രൊഡ്യൂസ് ഡ്യൂറിങ് എക്സ്പാൻഷൻ സ്ട്രോക്ക്. ഇതെന്തിനാണ് കാണുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു വാല്യൂ അറിയണം. ഏത് വാല്യൂ? ഈ മാക്സിമം ടോർക്ക് ടി മാക്സ് അറിയണം. കാരണം ടി മാക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റൂ? നമുക്ക് നമുക്ക് എക്സസ് എനർജി കാണണം അല്ലേ. എക്സസ് എനർജി എന്ന് പറയുന്നത് ഇതാണ് എക്സസ് എനർജി. ഈ ഒരു ട്രയാങ്കിൾ സപ്പോസ് ഇത് എ ബി, ഇത് സി ഡി, ഈ പോയിൻറ്റ്സ് എല്ലാം ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇത് ഇ. അപ്പോൾ ഈ ട്രയാങ്കിൾ സി ഡി ആണ്. ട്രയാങ്കിൾ സി ഡി ഇ, ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഡി ഇ, അതായത് ഏരിയ ഓഫ് സി ഡി ഇ ആണ് ഏത് സ്മോൾ ഇ എന്ന് പറയുന്നത്, എക്സസ് എനർജി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇവിടെ താഴേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എക്സസ് എനർജി എപ്പോഴും ഇതായിരിക്കും എക്സസ് എനർജി. അതായത് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഇതായിരിക്കും. കാരണം മീൻ ടോർക്കിൽ അതിൻ്റെ മുകളിലുള്ള എനർജിയാണ് എക്സസ് എനർജി ആയിട്ട് എടുക്കുക. അപ്പോൾ സാധാരണ ഈ നമ്മൾ
സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ്റെ കേസിൽ നമ്മൾ താഴേക്ക് നോക്കില്ല, അതായത് നെഗറ്റീവ് സൈഡ് മീൻ ടോർക്കിൻ്റെ താഴേക്കുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. അത് ഒരു നെഗ്ലിജിബിൾ വാല്യൂ ആയിരിക്കും. നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ ഇങ്ങനെയാണ്, മുകളിലേക്കുള്ള മാത്രമേ എടുക്കാറുള്ളൂ. കാരണം മാക്സിമം ടോർക്ക് നമുക്ക് കാണാൻ പറ്റും, അതുകൊണ്ട് അത് മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ എളുപ്പം. അപ്പോൾ ടി മാക്സ് ഈ മുകളിലേക്കുള്ള അതായത് ടി മെയിൻ്റെ മുകളിലേക്കുള്ള എക്സസ് എനർജി മാത്രമേ താഴേക്കുള്ള വാല്യൂസ് നോക്കാറുള്ളൂ. അപ്പം ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് അപ്പർ സൈഡിൽ മാത്രമുള്ളത് നോക്കിയാൽ മതി. സോ അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ദ ടേണിംഗ് മൊമെൻറ്റ് ഡ്യൂറിങ് എക്സ്പാൻഷൻ സ്ട്രോക്ക് കാണും. ഏരിയ ഓഫ് ദ എനർജി, അതായത് ഏരിയ ഓഫ് ദ ടേണിംഗ് മൊമെൻറ്റ് ഡയഗ്രാം ഫോർ ദ എക്സ്പാൻഷൻ സ്ട്രോക്കാണ് എനർജി പ്രൊഡ്യൂസ് ഡ്യൂറിങ് എക്സ്പാൻഷൻ സ്ട്രോക്ക് അല്ലേ. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 21600 എന്ന് പറയുന്നത് ഏരിയ ഓഫ് എ ബി ഇ അല്ലേ, ഏരിയ ഓഫ് എ ബി ഇ അല്ലേ, ഏരിയ ഓഫ് എ ബി ഇ. അപ്പോൾ ഏരിയ ഓഫ് എ ബി ശരിക്കും ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ബേസ് അല്ലേ. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ടി മാക്സ്. ആ ടി മാക്സ് നമുക്കറിയില്ല. ടി മാക്സ് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ഒരു 2π to 3π, 2π to 3π. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് പൈ ആണ് അല്ലേ, പൈ. സോ പൈ എന്ന് വെച്ചാൽ എന്താ, 22/7. അപ്പോൾ ടി മാക്സ് ഈക്വൽ ടു യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 13,751 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് ടി മാക്സ് നമുക്ക് സോൾവ് ചെയ്യാം. പൈക്ക് വാല്യൂ 3.14 എന്ന് കൊടുത്താൽ അല്ലെങ്കിൽ 22/7 എന്ന് എടുത്തോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നെന്താണ് കാണേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ സി ഡിയുടെ ഏരിയ കാണും. സി ഡിയുടെ ഏരിയ കാണണമെങ്കിൽ ഈ ഹൈറ്റ് അറിയണം, ഈ ബ്രെഡ്ത്ത് അറിയണം. ഈ ഹൈറ്റ് എങ്ങനെ കിട്ടും? ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ, സപ്പോസ് ഈ പോയിന്റ് ജി എടുത്താൽ ഇ ജി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ടി മാക്സ് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഫ് നടത്തും. അപ്പോൾ ഇ എഫ് ആണ് ഇത് ടി മാക്സ്. ഇ എഫ് മൈനസ് ജി എഫ് ആണ്, സോറി, ഇ ജി എന്ന് വെച്ചാൽ ഇ എഫ് മൈനസ് ജി എഫ് ആണ്. അപ്പോൾ ഇ എഫ് ആണ് ഏത്, ടി മാക്സ്. ജി എഫ് എന്താണ്, ടി മീനാണ് അല്ലേ, ടി മീൻ. അപ്പോൾ ടി മാക്സ് എന്ന് പറയുന്നത് 13,751 എന്ന് കിട്ടി. ടി മീൻ എന്തായിരുന്നു, ടി മീൻ 1074 ആണ്, 1074. അപ്പോൾ അതിൻ്റെ വാല്യൂ 12,677 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അതവിടെ വെക്കാം. ഓക്കെ, അതവിടെ വെച്ചിട്ട് നമുക്ക് ഇനി എന്താണ് ഈ ബേസ് കിട്ടണം. ഏരിയ കാണണമെങ്കിൽ സി ഡി എന്നുള്ള വാല്യൂ കിട്ടണം. സി ഡിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ട്രയാങ്കിൾ സി ഇ ഡിയും എ ബിയും നോക്കുക. കൺസിഡർ ട്രയാങ്കിൾ സി ഇ ഡി, അതിൻ്റെ ഏരിയയാണ് കാണേണ്ടത്, ആൻഡ് ട്രയാങ്കിൾ എ ഇ ബി. രണ്ട് ട്രയാങ്കിൾ നോക്കുക. രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സിമിലർ ട്രയാങ്കിൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഫിഗർ നോക്കുക. സി ഡി ബൈ എ ബി, അതായത് രണ്ട് സി ഡി എന്ന് വെച്ചാൽ ട്രയാങ്കിൾ സി ഇ ഡിയുടെ ബേസും എ ബി എന്ന് വെച്ചാൽ ട്രയാങ്കിൾ എ ഇ ബിയുടെ ബേസും, അതിൻ്റെ റേഷ്യോ ഇ ജി ബൈ ഇ എഫ് എന്ന് എടുത്തൂടെ, ഇ ജി ബൈ ഇ എഫ് അല്ലേ. അപ്പോൾ സി ഡി ബൈ എ ബി ഇസ് ഈക്വൾ ഇ ജി ബൈ എഫ്. അപ്പോൾ സി ഡി ബൈ എ ബി എന്ന് വെച്ചാൽ ഇ ജി എന്താണ്, ഇ ജി നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു, 12,677 ഡിവൈഡ് ബൈ എ ബിയോ, സോറി ഇ എഫ് എന്ന് വെച്ചാൽ മാക്സിമം ടി മാക്സ് അല്ല, ടി മാക്സ് 13,751 റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0.92 അറൗണ്ട് 0.921 0.922 ഇങ്ങനൊരു വാല്യൂ. അപ്പോൾ സി ഡി എന്നുള്ളത് എ ബി ഇൻറ്റു 0.922. എ ബി എന്താണ്, പൈ ആണ്. എ ബി പൈ അല്ലേ, പൈ ഇൻറ്റു 0.922. ഇതിൻ്റെ വാല്യൂ 2.896
റേഡിയൻ എന്ന് കിട്ടും. റേഡിയൻ അല്ലേ, റേഡിയൻ. ക്രാങ്ക് അല്ലേ, സി ഡി എന്ന് വെച്ചാൽ ബേസ്, അത് റേഡിയൻ ലെവൽ, ക്രാങ്ക് ആംഗിളാണത്. സോ സി ഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇ എന്നുള്ളത്, സ്മോൾ ഇ എന്നുള്ളത് നമ്മൾ ഈ വയലറ്റ് ഷെയ്ഡുള്ള വയലറ്റ് ഷെയ്ഡ് അതാണ് സ്മോൾ ഇ, ഏരിയ ഓഫ് സി ഇ ഡി, ഏരിയ ഓഫ് സി ഡി ഇ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് സി ഡി ഇൻറ്റു ഇ ജി. ഹാഫ് സി ഡി എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു സി ഡി 2.896 കിട്ടി. ഇ ജി 12,677 എന്ന് കിട്ടി. അതിൻ്റെ വാല്യൂ 18,356 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി കിട്ടി. ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി ഹാഫ് ഐ ω1 സ്ക്വയർ മൈനസ് ω2 സ്ക്വയർ അല്ലേ, ഇത് ജനറൽ ഇക്വേഷൻ. ഓർ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് or E is equal to another equation എന്ന് വെച്ചാൽ I mean speed omega square into K fluctuation coefficient of fluctuation speed. അപ്പോൾ ഈ മീൻ സ്പീഡും K ഒന്നും നമുക്ക് അറിയില്ല അല്ലേ, K ഒന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. കാരണം ഇവിടെ ω1 ω2 നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. I എന്ന് വെച്ചാൽ എന്താ, E is equal to ഹാഫ് എം ഇൻറ്റു സ്മോൾ k സ്ക്വയർ ഇൻറ്റു ω1 സ്ക്വയർ മൈനസ് ω2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇയുടെ വാല്യൂ 18,356 ആണ് തന്നിട്ടുണ്ട്. ഹാഫ് എം, കെ ഓൾറെഡി തന്നിട്ടുണ്ട് 1.25 ഹോൾ സ്ക്വയർ. പിന്നെ ω1 ω2 ആക്ച്വലി 2πN1/60 ഹോൾ സ്ക്വയർ മൈനസ് 2πN2/60 ഹോൾ സ്ക്വയർ. കാരണം RPM തന്നിട്ടുള്ളത്. അപ്പോൾ N1ൻ്റെ N2യുടെ എല്ലാം വാല്യൂ 222, N1 222, N2 218 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ അൺനോൺ M ഓൺലി. So M you will get some 1217.4 kilogram. So this is the value of mass. Okay, so this is how you solve a problem. So it has been around 40 minutes, so we can conclude this session. Thank you.